ദൈവസ്നേഹത്തോടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ ഉടമ്പടിയെ ജസ്റ്റിഫൈ ചെയ്യണത്. ദാറ്റ് മീൻസ് ഉടമ്പടി നീതീകരിക്കുന്നത് രണ്ട് തരത്തിലാണ്. അതായത് ഉടമ്പടി പ്രവർത്തനങ്ങളാൽ നീതീകരിക്കുമ്പോഴാണ് ദൈവം അടയാളങ്ങളിൽ അത് സാധൂകരിക്കുന്നത്. മനസ്സിലായ? നിങ്ങളെ പ്രവർത്തനങ്ങളാൽ ഉടമ്പടിയെ നീതീകരിക്കുന്നു. ദൈവം എന്ത് ചെയ്യും? അടയാളങ്ങളാൽ അത് സ്ഥിരീകരിക്കും. അപ്പോൾ പ്രവർത്തനങ്ങളാൽ നിങ്ങളെ നീതീകരിക്കുമ്പോൾ, ഉടമ്പടിയെ നീതീകരിക്കുമ്പോൾ ദൈവം അടയാളം കൊണ്ട് അതിനെ സാധൂകരിക്കുകയോ അല്ലെങ്കിൽ അടയാളം കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 16:20 മർക്കോസിന്റെ മർക്കോസ് 16:20 അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളമാണ് പ്രശ്നം. ഉടമ്പടിയിൽ 10,000 അടയാളം കാണാൻ കാര്യം എന്താണ്? ഉടമ്പടിയെ ദൈവം സ്ഥിരീകരിക്കണത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അടയാളം മിസ്സാക്കി കളയരുത്. അതായത് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് അടയാളം കാണുമ്പോഴാണ്. അതായത് എൻ്റെ മക്കളൊരു കാര്യം ചെയ്യണം. അതായത് സാക്ഷ്യം കേൾക്കുക മാത്രമല്ല, സാക്ഷ്യം ഷെയർ ചെയ്യണം. കാര്യം ആൾക്കാർക്കറിയാമല്ലോ, ആൾക്കാർക്ക് ഈ പ്രയാസങ്ങൾ കൂടുമ്പോഴേ ആൾക്കാർക്ക് എന്തെല്ലാം ഉണ്ടാകും? ഡൗട്ട് ഉണ്ടാകത്തില്ലേ? ഇല്ലേ? പ്രയാസങ്ങളുള്ളവർക്ക് എന്താ ഉണ്ടാകുന്നത്? ദൈവത്തിൽ അവർ സാധാരണ വിശ്വസിച്ച് പോണ ആൾക്കാരാണ്. ജന്മന അങ്ങനെ ജീവിച്ച് കരിക്കസമൊക്കെ കേട്ട് അത് കുർബാനൊക്കെ സ്വീകരിച്ച് വിശ്വാസത്തിൽ വളർന്ന് കുദാശ ജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ പോണ ആൾക്കാരാണ്. പക്ഷെ അവർക്കൊരു കടം വരുമ്പോൾ, അല്ലെങ്കിൽ മകൻ എന്തെങ്കിലും കഞ്ചാവിൽ പിടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മകൾ ആരുടെങ്കിലും പുറകെ ലൈനടിച്ച് കഴിയുമ്പോൾ അവർ ഐസി അടിച്ച് പോവും. അവരുടനെ ഡൗട്ടായി പോവും. ഞാൻ ഇത്രയും നാളും ദൈവത്തിനല്ല വിളിച്ചത്, എന്നിട്ടിപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, അല്ലേ? അങ്ങനെ ഉള്ളവർക്ക് അവർ സംശയം, അത് അവരുടെ മാത്രം കുഴപ്പമില്ല, അത് ഈ ഭൂമിയിൽ മനുഷ്യന്മാരുടെ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ യോഹന്നാൻ മാന്താന ജയിലിൽ കിടന്ന് മൂട്ട കടിച്ചപ്പോഴല്ലേ ക്രിസ്തുവിനെ വേറെ ആളെ നീ തന്നെയാണോ വേറെ ഉണ്ടാന്നൊക്കെ ചോദിച്ചത്? ഇത് ഈ മനുഷ്യൻ്റെ അവസ്ഥയാണിത്. ആരാണ്? ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആളെ. 1:29 വായിച്ച യോഹന്നാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോഴേ യേശു അടുത്ത് വരുമ്പോഴാണ് നമ്മൾ യേശുവെ സ്തോത്രം, യേശു ആരാധന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണത്. പക്ഷേ യേശു അകന്നു പോകുന്ന സമയങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അത് ക്രിസ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ഒരു സ്കീമാണത്. ശരിക്കും നീ ദൈവത്തെ അനുഭവിക്കുന്നതും അനുഭവിക്കാതിരിക്കുന്നതും ക്രിസ്തു എന്ന ഒറ്റ മീഡിയത്തിലാണ്. ഇനി ക്രിസ്തു അകന്നു പോകുന്ന സമയമുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇരുട്ട് കയറണതും ഡൗട്ട് അടിക്കണതും, നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ 5, 6ാമത്തെ ആളായിരുന്നു ഞാൻ റാങ്കിലേ, ഞാൻ അതും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പരീക്ഷയും ഞാൻ എഴുതിയില്ല. നിന്നോട് ആരും പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ? ദൈവം ബുദ്ധി തന്നിട്ടില്ലേ? ദൈവം ബുദ്ധി തന്നിരിക്കണത് എനിക്കിത് മതി, എനിക്കിത് കിട്ടുമെന്നും പറഞ്ഞ് അവൾ PSCയുടെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. എന്താ കാര്യം? 6ാമത്തെ റാങ്കാണ്. 5ാമത്തെ റാങ്കിൽ വെച്ച് റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. പോരെ? അതോടുകൂടി പിന്നെ പ്രാർത്ഥനയും തീർന്ന് ക്രിസ്തു അകന്നു പോകുന്ന അവസ്ഥകൾ ഇത് ജീവിതത്തിലുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അയ്യോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മിസ്റ്റേക്ക്. എൻ്റെ പ്രാർത്ഥനയ്ക്കല്ല മിസ്റ്റേക്ക്, നിനക്ക് തന്ന വിവേകം നീ ഉപയോഗിച്ചില്ല. വിവേകമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ആൻഡ് പ്രൂഡൻസ്. ഫെയ്ത്ത് ഒരു വെർച്യുവാണ്. ഫെയ്ത്ത് ഈസ് എ വെർച്യു. വിശ്വാസം ഒരു പുണ്യമാണ്. പക്ഷേ പ്രൂഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്വീൻ ഓഫ് വെർച്യു. അതായത് പ്രൂഡൻസ് എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ രാജ്ഞിയാണ്. അതിൻ്റെ അടുത്ത വിശ്വാസത്തൊക്കെ വലുതാണ് വിവേകമെന്ന് പറയണത്. അപ്പം നീ ഇപ്പോൾ റാങ്ക് 6ാം നമ്പർ ഉണ്ടെങ്കിലും 6ാം റാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും
എനിക്കിത് മതി എന്നതിൻ്റെ കാര്യമില്ല. ദൈവം ഏതാണ് തരണം നമുക്കറിയത്തില്ല. വി ആർ ലിവിങ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. അത്രയും കോമ്പറ്റീഷനാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യം നിലനിൽക്കുകയാണ് പ്രശ്നം, അല്ലാതെ ആദ്യമേ കയറി കസേര ഇരിക്കുകയല്ല പ്രശ്നം. ആദ്യം ഒന്ന് നിലനിൽക്കണം നമ്മൾ. അപ്പോൾ ഞാൻ എല്ലാ മക്കളോട് ഇവിടെ പ്രാർത്ഥിക്കാൻ ഇവിടെ വരുന്നതോട് ഞാൻ പറയും, എൻ്റെ മകളെ എങ്ങനെയെങ്കിലും നീ ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗം കാണിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നീ ഡോക്ടറാകെ വേറെ MDക്ക് പോവുക എന്തെങ്കിലും ചെയ്തോ. അത് ജീവിക്കാൻ നീ ഇപ്പോൾ വയസ്സ് 26 ജീവിക്കാൻ ആദ്യം ഒരു സ്റ്റെപ്പ് എടുക്കുക. അല്ലാതെ നിനക്കിത് എല്ലാം നിനക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് നിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് വെട്ടിപ്പുഴുങ്ങി നിനക്ക് തന്നാൽ മാത്രമേ നീ മുന്നോട്ട് പോകത്തുള്ളൂ, എന്നാൽ മാത്രമേ നിനക്ക് ദൈവമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗൻസ്റ്റ് പ്രൂഡൻസ്. എഗൻസ്റ്റ് പ്രൂഡൻസ്. നമ്മൾ ബി പ്രാക്ടിക്കൽ. നമ്മൾ ഈ വിഷയത്തിൽ പ്രാക്ടിക്കലായിരിക്കണം. ദൈവം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദികളിൽ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സർക്കസ് 24 കൊല്ലം 50 കൊല്ലം സർക്കസ് കാണിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ? ഇപ്പോഴല്ലേ ഈ മൃഗങ്ങളുടെ നിയമം വന്നപ്പോഴല്ലേ സർക്കസൊക്കെ കുറച്ച് ഡൗൺ ആയത്. സർക്കസ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒറ്റ സർക്കസ് കണ്ടിട്ടുള്ള ആളാണ്, നിങ്ങളും കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ 20 കൊല്ലം 30 കൊല്ലമൊക്കെ സർക്കസിലുള്ള ആൾക്കാരും സർക്കസ് കാണിക്കണ വല കെട്ടിയിട്ടാണ്. ഉറപ്പല്ലേ? അല്ലേ? വല കെട്ടാതെ വലിയ സർക്കസ് കാണിക്കുക. അവർ 30 കൊല്ലം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് സർക്കസിൽ. മുകളിൽ ഇതിലുള്ള ഊഞ്ഞാലാട്ടത്തിലൊക്കെ അവർക്ക് 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ ഒരു സെക്കൻഡ് മതി കൈവിട്ട് പോകാൻ. പക്ഷെ അപ്പോൾ വല കെട്ടും അവർ. അതുപോലെ വല കെട്ടാതെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ എല്ലാം പ്രാവിനെ പോലെ ഇങ്ങനെ നിഷ്കളങ്കം പഠിപ്പിച്ചൊക്കെ എന്ത് കാര്യമില്ലെന്നാണ് പറയണത്. നിഷ്കളങ്കതേ ആദ്യം സർപ്പം എന്താണ്? സർപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു വേലിയുടെ അരികിൽ കൂടി ഒരു പാമ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേലിയായിട്ടൊരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ മതി. പാമ്പിനെ കാണാനില്ല. എന്താ കാര്യം? അത് ഇങ്ങനെ 2 നാക്കിട്ട് കളിപ്പിച്ച് എവിടെയെങ്കിലും അപകടം ഉണ്ടായാലും ഒളിക്കാനുള്ള സ്ഥലം നേരെ നോക്കി വെച്ചുകൊണ്ടാണ് പോണത്. അപകടം ഉണ്ടാകുമെന്നതിന് ഉറപ്പാണ്. പാമ്പിനെ സംബന്ധിച്ചത് അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത് മനുഷ്യനാണ്. ഒരു അപകടം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അടക്കിയടിക്കും. നാണമില്ലേ? അപകടം ഉണ്ടാകും. അതുകൊണ്ട് പാമ്പിനെ പോലെ ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:16 ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. കാപട്യം കാണിക്കുന്ന ഈശോ പറയണത് അതാ. നിഷ്കളന് കാപട്യം കാണിച്ചാൽ എന്താ പറ്റുമെന്നറിയാവോ? കാപട്യം സർട്ടിഫിക്കറ്റ് തിരുത്തുക, ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ചില ആൾക്കാർ നഴ്സുമാർ വന്നതിൻ്റെ അടുത്ത് കണ്ണീരിന് കർത്താവ് അച്ഛാ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ കാര്യം? കയ്യിരിക്കണ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ കുമ്പനാട് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ലല്ലോ. അതാണ് പ്രശ്നം. എക്സ്പീരിയൻസിന് പോയിട്ടില്ല, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായത്. കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലിരുന്നത്. ഞാൻ ചുമ്മാ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി കുമ്പനാടുകാരെൻ്റെ കഴുത വരരുത്. ഒരു ആൾക്കാർ അതായത് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ കള്ളത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞ ഏറ്റവും വലിയ ഈശോ ഞങ്ങളെ പ്രലോഭനത്തിൽ അതാണ് പ്രൊട്ടക്ഷൻ വേണമെന്നാണ് പറയണത്. ഞങ്ങളെ അത് സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കേരള സ്റ്റോറി ആയാലും ലവ് ജിഹാദ് ആയാലും വേറെ എന്ത് കേസ് കെട്ടായാലും ഇതെപ്പോഴും നമ്മൾ നോക്കുമ്പോഴേ കർത്താവ് ഇതൊക്കെ വരാതിരിക്കാനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും. ചില ആൾക്കാരുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ചതിക്കുഴികളുണ്ടാകും. പക്ഷെ നമ്മളോട് ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ പട്ടിക പഠിക്കണ പോലെ പ്രാർത്ഥിച്ച കൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റിയത്. മര്യാദക്ക് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ മുൾക്കിടത്തെ ഓർത്ത് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രലോഭനം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കണമേ എന്ന് വെച്ചാൽ നിങ്ങളെ പ്രലോഭനം എന്ന് പറയുമ്പോൾ ഉടനെ ശാരീരിക പ്രലോഭനമൊന്നുമല്ല. പണമുണ്ടാക്കാനുള്ള പ്രലോഭനം, സ്ഥാനമുണ്ടാക്കാനുള്ള പ്രതിപക്ഷം, സ്ഥാനം നേടാനുള്ള പ്രതിഫലം, മറ്റുള്ളവരുടെ വസ്തുക്കളും ചേട്ടാനുജന്മാരുടെ വസ്തുക്കൾ അടിച്ചു മാറ്റാനുള്ള പ്രലോഭനം, പെങ്ങന്മാർക്ക് കൊടുക്കാതിരിക്കാനുള്ള പ്രലോഭനം, കല്യാണത്തിന് തന്നെ ഇല്ലാത്ത അധികാരം. ഇപ്പോൾ ചില ആൾക്കാർ യൂറോപ്പിൽ അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കും. അവസാനം പുതുക്കം പോയി പെണ്ണ് പ്രഗ്നൻ്റായി കഴിയുമ്പോൾ ജോലിയുമില്ല, വീടുമില്ല, കൂലിയുമില്ല.
കള്ളത്തരങ്ങൾ, ഇങ്ങനെ കള്ളത്തരം കാണിക്കാതിരിക്കാനുള്ള ഇത് പ്രലോഭനമാണ് ശരിക്കും പറഞ്ഞാൽ. ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണിനെ വരച്ച് കിട്ടി, ഇപ്പോൾ അവിടെ ഡൈവേഴ്സിന് നടക്കുക. ഈ ഡൈവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതിന് പിന്നിലെല്ലാം ഈ മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ മനുഷ്യൻ്റെ പ്രലോഭനങ്ങളുണ്ട്. അങ്ങനെ ഒരു ആൾക്ക് വിശ്വാസിയായി ജീവിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടായ്പൊന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായാൽ മതി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിലെ അങ്ങയുടെ കൃപയാൽ തെറ്റുകൂടാതെ ജീവിക്കുവാൻ നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ സുശക്തമായ ഒരു ഫോർമുല ദൈവനാമത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ബന്ധുക്കളായി നമുക്കറിയാം. അതായത് എപ്പോഴും സ്റ്റാറ്റസ് പറയണം. ഇപ്പം ഞങ്ങളൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളി വരുന്നില്ലേ അല്ലേ? പാസ്റ്റ് വിസിറ്റ് മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളികൾ വരും, ഒപ്പുരക്ഷ കൊടുക്കും. നിങ്ങൾക്ക് ഒപ്പുരക്ഷ കൊടുക്കുന്ന കാര്യമല്ലേ അറിയാൻ പാടുള്ളൂ. മെത്രാച്ചന്മാർ 5 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് ഒപ്പുരക്ഷ തരുമെന്നല്ലേ അറിയാം. ഞങ്ങളെന്തെല്ലാം പാടുപെടണമെന്നറിയാമോ? കണക്കെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണം, ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം, ഒപ്പുരക്ഷ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം. പുറത്തുനിന്ന് വന്ന ജ്ഞാനസ്ഥാനങ്ങൾ എത്ര, ഇവിടുന്ന് പോയ ജ്ഞാനസ്ഥാനങ്ങൾ എത്ര ഒരു കത്ത് കൊടുത്തു, രൂപത്തിൽ നിന്ന് 10 കത്തുകൾ, ഇങ്ങനെ 10,000 ഫയലാണ്. ഈ ഫയലും പിന്നെ അതിൻ്റെ ഓഡിറ്റിങ്ങും, ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും, എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും, രൂപത ഓഡിറ്റിങ്ങും, ഗവൺമെൻറ് ഓഡിറ്റിങ്ങും, ഇതിനെല്ലാത്തിൻ്റെ അപ്ഡേഷൻ വെച്ചിട്ട് ഇതെല്ലാം വികാരി ജനറൽ വന്ന് ഒപ്പിട്ടണം. പിന്നെ കാസ എല്ലാം പൂശിയതാണെന്ന് നോക്കും. കാര്യം കർത്താവ് എഴുന്നള്ളി ഒരാളുടെ കാസ വീഞ്ഞെടുത്ത് അതൊക്കെ ക്ലാവ് പിടിച്ചിരിക്കും. അപ്പോൾ അതോടെ വരുമ്പോൾ അതോടെ അച്ഛൻ്റെ പട്ടത്തിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അച്ഛൻ എവിടെയെങ്കിലും നിക്ഷേപത്തിൽ നിന്നുള്ള ചെമ്മിന അല്ലെങ്കിൽ സ്വർണ്ണവ വളയൊക്കെ കൊണ്ടുപോയി നിക്ഷേപത്തിൽ ആൾക്കാർ തന്നിരിക്കണ കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ കൊടുത്തിട്ട് ഈ കാസ എല്ലാം പൂശി കൊണ്ടു നോക്കും. വികാരി ജനറൽ വന്നിട്ട് കാസ തിരിച്ചു മറിച്ച് നോക്കും. എന്താ കാര്യം? ഇത് പൂശിയിട്ടുണ്ടാകുന്നു. എന്താ കാര്യം? പൊന്ന് പൂശിയ കാസ. എന്താ അവിടെ വരാൻ പോണത് ആരാണ്? ഈശോയാണ്. സഭ എന്തുമാത്രം കർക്കശ്യമായിട്ടാണ് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം ഇത്രയും അമൂല്യമായ നിധി സൂക്ഷിക്കണത്. ശ്രദ്ധിക്കട്ടെ. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുകയല്ല. കർത്താവുമായിട്ട് റിലേഷനിൽ നമ്മൾ ഓക്കെ ആണെന്നറിയണം. ഉടമ്പടി നിങ്ങളെ ഓക്കെ ആക്കും. എന്താ കാര്യം? ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവമായിട്ടുള്ള റിലേഷൻ, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കരം ഗ്രഹിച്ച് പോകുന്ന രീതിയിലാണ് ആ ഉടമ്പടിയുടെ ഡിസൈൻ ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമല്ല. നിങ്ങളത് നിങ്ങളുടെ രീതി കൊണ്ടുവന്ന് ചുരുക്കിയിട്ട് ചുമ്മാ പിച്ചുമ്പേയും പറഞ്ഞ പോലെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ അതിന് പകരം കർണക്കൊന്ത ചൊല്ലി കുളമാക്കി എടുക്കരുത്. അങ്ങനെ ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത്. ഉടമ്പടിയുടെ രീതിയിൽ തന്നെ ഒരു കേവലമായ ക്രിസ്ത്യാനി സാധാരണ ചെയ്യേണ്ട കാര്യം മാത്രം ഉടമ്പടിയിലുള്ള എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല. അത് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തന്ന അവസരമാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ മാത്രമല്ല, ഇപ്പോഴ് അക്രൈസ്തരായ സഹോദരങ്ങളും മനുഷ്യരെ സ്നേഹിച്ചും രോഗികളെ കാണാൻ പോയും അതുപോലെ തന്നെ ഇല്ലാത്തവരുമായിട്ട് ഉള്ളവർ പങ്കുവെച്ചും അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഒരു സമൂഹം, ഉടമ്പടി സമൂഹം ലോകത്ത് മുഴുവൻ പുളിമാവ് പോലെ പുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ദൈവിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. കൈ അടിച്ച് കർത്താവിനെ